नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत। എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ രീതിബദ്ധ കാവ്യധാരയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രീതികാലത്തെ 3 കാവ്യധാരകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 കാവ്യധാര? രീതിബദ്ധ്, രീതിസിദ്ധ്, രീതിമുക്ത്. ഇതാണ് രീതികാലിലെ 3 കാവ്യധാര. അപ്പോൾ ഈ 3 കാവ്യധാരകളും കൂടി ചേർന്നതാണ് രീതികാൽ. ഏതൊക്കെയാണ്? രീതിബദ്ധ്, രീതിസിദ്ധ്, രീതിമുക്ത്. അപ്പോൾ ഈ 3 കാവ്യധാരകളിലെ കവിമാരെയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. രീതിബദ്ധ് കവി സെ ആശയ ഹെ കി രീതി സെ ആബദ്ധ്. രീതിബദ്ധ് കാവ്യ അല്ലെങ്കിൽ കവി എന്ന് പറയുന്നത് എന്താണ്? രീതി സെ ആബദ്ധ് കവി കോ രീതിബദ്ധ് കവി कहते हैं. इन कवियों ने संस्कृत ग्रंथों के सीधे सीधे अनुसरण करते हुए ലക്ഷൻ ഗ്രന്ഥം का നിർമ്മാണം किया है. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? സംസ്കൃത ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലക്ഷൻ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അതിനെ അതേപോലെ അനുസരിച്ചിട്ടാണ് അവർ അടിസ്ഥാനമാക്കിയാണ് ലക്ഷൻ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രീതിബദ്ധ കാവ്യധാര के कवि काव्यांग परिपाटी का प्रत्यक्ष अनुसरण करते हैं. അപ്പോൾ രീതിബദ്ധ കാവ്യധാരയിലെ കവിമാർ എന്താണ്? കാവ്യാംഗ പരിപാടിയെ പ്രത്യക്ഷമായിട്ടാണ് അനുസരണം ചെയ്യുന്നത്. പരോക്ഷമായിട്ടുള്ള പ്രത്യക്ഷ രൂപത്തിൽ അനുസരണം ചെയ്യുന്ന കവിമാരാണ് രീതിബദ്ധ കവിമാർ. അപ്പോൾ രീതിബദ്ധ കാവ്യധാരയിൽ വരുന്ന കവിമാരാണ് കേശവദാസ്, ചിന്താമണി, മതിറാം, സേനാപതി, ദേവ്. കേശവദാസ്, ചിന്താമണി, മതിറാം, സേനാപതി, ദേവ്. അപ്പോൾ കേശവ, ചിന്ത, മതി, സേനാദേവ് എന്ന കോഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആരൊക്കെയാണ്? കേശവ, ചിന്ത, മതി, സേനാദേവ്. അപ്പോൾ കേശവനിലൂടെ നമുക്ക് കേശവദാസ് കിട്ടും, ചിന്തയിലൂടെ ചിന്താമണി കിട്ടും, മതിയിലൂടെ മതിറാം കിട്ടും, സേനയിലൂടെ സേനാപതി കിട്ടും, ദേവിലൂടെ ദേവും കിട്ടും. അപ്പോൾ 5 കവിമാരാണ് രീതിബദ്ധിലെ കവിമാരായിട്ട് വരുന്നത്. കേശവദാസ്, ചിന്താമണി, മതിറാം, സേനാപതി, ദേവ്. എന്താണ് കോഡ്? കേശവ, ചിന്ത, മതി, സേനാദേവ്. ഈ ഒരു കോഡിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് രീതിബദ്ധ കാവ്യധാരയിലെ കവിമാരെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ രചനകൾ കുറച്ചധികം വരുന്നതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് 2 കവിമാരായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.